ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഹിന്ദു സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് തുടർച്ചയായി ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇവിടെ യേശുദാസിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് വരാമെന്ന് കരുതുന്നു. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈകാരികമായ വിഷയമാണ്. പല വിഷയങ്ങളിലും ഇത്തരം ആചാരങ്ങളിൽ മാറ്റങ്ങൾ വന്നത് കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുത്ത് പല മാറ്റങ്ങളും സംഭവിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വിഷയം ഒരു പുതിയതല്ല. വർഷങ്ങൾക്ക് മുൻപ് ചർച്ച ചെയ്യപ്പെട്ടതും അത് അവസാനിച്ചതുമാണ്. ഇപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ ഈ ആവശ്യം അത് വീണ്ടും അവർ മുന്നോട്ട് വെക്കുമ്പോൾ അമ്പലത്തിന് മുന്നിൽ പ്രക്ഷോഭത്തിൽ, ആചാരപരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ ഇത്തരമൊരാവശ്യം ആണ് പ്രധാനമായും ഫോക്കസ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിലെന്ത് മറുപടിയാണ് രാഹുലിന് പറയാനുള്ളത്? ഒന്ന്, സച്ചിദാനന്ദ സ്വാമിയെ പോലൊരു വ്യക്തിയോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞെന്ന ഭാഗ്യമാണ്. അദ്ദേഹം നമ്മുടെ എല്ലാം ഗുരുസ്ഥാനീയനാണ്. SNDP സമൂഹത്തിന്റെയും ശ്രീനാരായണീയ സമൂഹത്തിന്റെയും മാത്രമല്ല എല്ലാ ഹിന്ദു സമൂഹത്തിന്റെയും അല്ലെങ്കിൽ എല്ലാ കേരളീയ സമൂഹത്തിന്റെ ആചാരത്തിലാണ്. കാര്യം ലോക ഗുരുവായി നമ്മുടെ ഇടയിൽ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ പരമ്പരയിലുള്ള അല്ലെങ്കിൽ ആ സന്യാസി പാരമ്പര്യം ഉള്ളിൽ വെക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ഓണം പങ്കിടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം അദ്ദേഹം ഒരു ചർച്ച പോലുമില്ല, അദ്ദേഹം ആജ്ഞാപിക്കാൻ അധികാരമുള്ള വ്യക്തിയാണ്. നമ്മളെല്ലാം കേൾക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ അതോടൊപ്പം അദ്ദേഹത്തോട് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഇപ്പൊ നേരത്തെ ശ്രീ രഞ്ജിത്ത് പറയുണ്ടായി ശബരിമലയിലെ പ്രശ്നവും ഇതും. ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ കയറുന്നുള്ളൂ. യുവതികൾക്കേ ഒരു പ്രാനിയന്ത്രണവും ഉള്ളൂ. അതിന് താന്ത്രികപരമായ റീസൺ ഉണ്ട്. എന്നാൽ ഗുരുവായൂരില് താന്ത്രികപരമായ കാര്യം എന്നതിനേക്കാൾ കീഴ്വഴക്കത്തിന്റെ ഭാഗമായി ഹിന്ദു സമൂഹത്തിലെ ആൾക്കാരെയാണ് അവിടെ കൂടുതൽ പ്രവേശിപ്പിക്കുന്നത്. യേശുദാസ് ഭക്തനാണോ എന്ന് ചോദിച്ചാൽ ഒരു തർക്കവുമില്ല. ശ്രീ യേശുദാസിന്റെ ചെരുപ്പെടുത്തോണ്ട് അദ്ദേഹത്തോടൊപ്പം നടക്കാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. യേശുദാസ് പാടിയാണ് ഗുരുവായൂരപ്പൻ ഉണരുന്നത്, ശബരിമല അയ്യപ്പൻ യേശുദാസിന്റെ പാട്ട് കേട്ടാണ് ഉറങ്ങുന്നത്. അതുകൊണ്ട് ശ്രീ യേശുദാസിനെ ക്ഷേത്രത്തിനുള്ളിൽ കയറ്റണമെന്നും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് പാട്ട് പാടണമെന്നും ഒരു സാധാരണ ഭക്തൻ എന്ന നിലയിൽ ഞാൻ പൂർണ്ണമായി ആഗ്രഹിക്കുന്നു. എന്നാൽ അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ അതിലുണ്ട്. ഒരു ക്ഷേത്രത്തിന് അതിൻ്റെതായ ഒരു പ്രോസസ് ഉണ്ട്. അതായത് ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ തന്ത്രിയാണ് അവസാന വാക്ക്. ദേവസ്വം ബോർഡാണ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലെ അവസാന വാക്ക് എന്ന് പറയുന്നത്. സെക്കുലർ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ കാര്യങ്ങൾ താങ്കളെ പോലെ അത്തരം ആ കാര്യം ആഗ്രഹിക്കുന്ന അനവധി നിരവധി ആളുകളുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, അവിടെ ഈ പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങൾ സംഭവിക്കണം, കാലാനുസൃതമായ മാറ്റങ്ങൾ വരണമെന്ന ആവശ്യമാണ് സ്വാമി മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് ഗുരുവായൂരപ്പനെ കാണുന്ന എല്ലാവർക്കും ക്ഷേത്ര ദർശനം അനുവദിക്കുന്ന കാലത്തെ താൻ പോകൂ, അവിടെ ആ വിവാദം അവസാനിച്ചതാണ്. പക്ഷേ ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കണമെന്ന ആവശ്യം തുടർച്ചയായി ശിവഗിരി മഠം മുന്നോട്ട് വെക്കുകയാണ്. ശിവഗിരി മഠത്തിന് വേറെ ആർക്കാണത് പറയാൻ അധികാരമുള്ളത്? ശിവഗിരി മഠം പോലെ നമ്മളെ പരിഷ്കരിക്കാനും നമ്മുടെ ഉള്ളിലെ ജാതീയത ഇല്ലാതാക്കാനും വിവേകാനന്ദ സ്വാമി ഭ്രാന്താലയം എന്ന് പറയുന്ന കേരളത്തിലെ ദേവാലയമാക്കി മാറ്റാൻ ഏറ്റവും മുൻകൈയിട്ടെടുത്ത ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും മഹാത്മാ അയ്യങ്കാളിയും തൈക്കാട് അയ്യാഗുരുവും ശുഭാനന്ദ ഗുരുദേവനും അടക്കമുള്ള അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമിയും അടക്കമുള്ള വലിയൊരു പരമ്പരയിൽ അവർക്ക് തന്നെയാണ് അധികാരം. പക്ഷേ ഒന്ന് രണ്ട് പ്രായോഗിക പ്രശ്നങ്ങൾ ഞാൻ വളരെ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് പറയുന്നത്. അതായത് തന്ത്രിയുടെ തീരുമാനം ഇതിൽ പ്രസക്തമാണ്, ദേവസ്വം ബോർഡിന്റെ തീരുമാനം പ്രസക്തമാണ്. ഒരു മീറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ വേണം. എന്റെ ഒരു റിക്വസ്റ്റ്, സച്ചിദാനന്ദ സ്വാമി അടക്കം അദ്ദേഹത്തിനൊന്നും എഴുത്തു കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല. അദ്ദേഹം യേശുദാസും ഇങ്ങനെ ഒരു ഗുരുവായൂരിൽ പ്രവേശനത്തിന്റെ വിഷയമുണ്ട്, ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെയും മറ്റും നിലപാട് അറിയണം, ഇന്ന ദിവസം ഞങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ സമീപനം അറിയണമെന്നൊക്കെ പറഞ്ഞൊരു എഴുത്തോ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതൊരു പ്രോസസ്സിന്റെ ഭാഗമാകും. കാര്യം നമുക്ക് അമ്പലം എന്ന് പറയുമ്പോൾ ഒരുപാട് പവർ സെന്റേഴ്സ് അതിനകത്തുണ്ട്. ഞാൻ സത്യസന്ധമായി പറയുകയാണ്, ഒരുപാട് സെൻസിറ്റീവായ സ്പോർട്സ് ഉണ്ട്. ഇതിനോട് യോജിക്കുന്നവരുണ്ട്, യോജിക്കാത്തവരുണ്ട്, കുറച്ച് അൾട്രാ കൺസർവേറ്റീവ് ആൾക്കാരുണ്ട്. ഇതിന്റെ കൗതുകം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ചില അമ്പലങ്ങളിൽ ആര്യ സമാജത്തിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് മേടിച്ചകത്ത് കയറാം. ആര്യ സമാജം എന്ന അമ്പല സംവിധാനത്തിൽ പോലും വിശ്വാസം ഇല്ലാത്തവരാണ്, ക്ഷേത്രാരാധനയിലും വിഗ്രഹാരാധനയിലും വിശ്വാസം ഇല്ലാത്തവരാണ്, ചരിത്രത്തിന്റെ ഭാഗമായി അങ്ങനെയൊക്കെ സങ്കീർണമായ കാര്യങ്ങളിലൂടെ വന്നു പോയതാണ്. അതുകൊണ്ട് ഹിന്ദു മതം എന്ന് പറയുന്നതോ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നതോ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേരുന്നതാണ്. അതിലെ ഒരു വിഭാഗമാണ് ഈ താന്ത്രിക ആരാധന, ആഗമ സിദ്ധാന്തം, അമ്പല സിദ്ധാന്തം എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പം സ്വാമിജിയൊക്കെ വലിയ ഒരു വേദാന്തത്തിന്റെ തലത്തിൽ വരുന്നവരാണ്. ഞങ്ങളൊക്കെ കുറെ കൂടെ സാധാരണക്കാരാണ്. അപ്പൊ ഇതൊരു കോംപ്ലക്സ് വിഷയമാണ്. സ്വാമിജിയോടുള്ള താഴ്മയായ അഭ്യർത്ഥന, ഞാൻ യോഗക്ഷേമ സഭയുടെ ചീഫായിട്ടുള്ള കാളിദാസ ഭട്ടതിരോട് സംസാരിച്ചിരുന്നു. ഗുരുവായൂരിലെ തന്ത്രി ശ്രീ ദിനേശൻ ചേട്ടനെ വിളിച്ചിരുന്നു. അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചിരുന്നില്ല, കുറച്ചു മുമ്പാണ് വിളിച്ചത്. അപ്പോൾ ഒരു സമവായത്തിന്റെ പാതയിൽ, സംസാരത്തിന്റെ പാതയിൽ മുമ്പോട്ട് പോയില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ഇടയിൽ ഒരു ബാഡ് ബ്ലഡ് ഉണ്ടാവും, ഒരു കാര്യങ്ങൾ നടക്കാത്ത രീതിയിൽ പോകും. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് താഴ്മയെ അപേക്ഷിക്കാനുള്ളത്, ഗവൺമെന്റ്, ദേവസ്വം ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്, അവർക്ക് ഇത്തരത്തിലുള്ളൊരു ആശയം അങ്ങ് പ്രോജ്വലിപ്പിച്ച് ഒരു എഴുത്ത് തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേരത്തെ ചൂരിദാർ ധരിക്കാനുള്ള
അനുവാദമില്ലായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? എല്ലാവരും ആചാര്യന്മാർ ഒരുമിച്ച് തീരുമാനിക്കുകയാണ് അത്തരമൊരു പരിഷ്കാരം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അത് സാധ്യമായി, അതുകൊണ്ട് മറ്റൊന്നും സംഭവിച്ചില്ല. അങ്ങനെ അത്തരം ആലോചനകൾ ക്ഷേത്രതന്ത്രിമാരുടെയും ദേവസ്വം ബോർഡിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും വേണം. സർക്കാരൊക്കെ എത്രത്തോളം ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണണം. ആ പ്രോസസ് ആണ്. ഒരു വരി കൂടി, ക്ഷേത്രം തന്ത്രിയുണ്ട്, ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങൾ നിൽക്കുന്നവരുണ്ട്, ദേവസ്വം ബോർഡുണ്ട്, നമുക്കൊരു ദേവസ്വം മന്ത്രിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കൂടിയാലോചന തീർച്ചയായും വേണം. ആ കൂടിയാലോചനയുടെ പോസിബിലിറ്റി ഇല്ലാതെ നമുക്കൊരു കാര്യം മാറ്റിമറിക്കാൻ പറ്റില്ല. അവിടെയാണ് പ്രക്ഷോഭം എന്ന വാക്കുപോലുമല്ല, അദ്ദേഹത്തെ പോലൊരു വ്യക്തി പറയുക മാത്രമാണ് ചെയ്യേണ്ടത്. ആ പറയുമ്പോൾ ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ ഇതെടുക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു സ്പർദ്ധയോ ഒരു തർക്കമോ ഒരു വിഷയമോ ഇല്ലാതെ സമവായത്തിലൂടെ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പല കാര്യങ്ങളും നടക്കാതെ പോകും. ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെ ഇരുന്ന കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ചർച്ച നിങ്ങൾക്ക് ഓർക്കാം. അന്നേ ഞാൻ പറയുകയുണ്ടായി, ഞാൻ ബാലുവിനെ പേഴ്സണലി ഫോണിൽ വിളിച്ചതുമാണ്. ഒരു സമവായമില്ലെങ്കിൽ ഇത് നടന്നു പോവില്ല. നമുക്ക് ചർച്ച ചെയ്യാൻ ബാലുവിന്റെ അവസ്ഥ എന്താണ്? അവസാനം ബാലു ഒരാളും കൂടെ നിന്നില്ല, ബാലുദാ ജോലി വേണ്ട, കഴകം ജോലി വേണ്ട എന്ന് പറഞ്ഞ് ബാലു വീട്ടിലിരിപ്പാണ് ഇപ്പോൾ. ബാലുവിനെ അവിടെ അനുവദിച്ചില്ല. ഈ ചർച്ചകളും കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ഇങ്ങനെ മാറ്റങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നതല്ലാതെ എന്താണോ നടന്നു പോകുന്നത് അവിടെ ഒരു അനുരഞ്ജനത്തിനും ഒരു അനുനയത്തിനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. രാഹുൽ, എന്നോടാണെങ്കിൽ അത് തന്നെയാണ് എന്റെ പോയിന്റ്. അതായത് അങ്ങേക്ക് ഓർമ്മ കാണും, ഒരുപക്ഷെ ഏകദേശം മുമ്പ് വയലാർ രവി സാറിന്റെ മകൻ വിഷയത്തിൽ ഇതേപോലെ അവരുടെ അമ്മ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈ വിഷയം ഉണ്ടായി. ഞാൻ അടക്കം വളരെ സജീവമായി ഇടപെട്ടതാണ്. നമ്മളൊരു 2ാം ക്ഷേത്രപ്രവേശന വിളംബരം തുടങ്ങിയ ആശയം അന്ന് ചിന്തിച്ചതാണ്. അവിടെയാണ് പ്രായോഗിക തലത്തിൽ സമവായം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലില്ല. അതാണ് സത്യസന്ധമായി പറഞ്ഞ വിഷയം. ഏത് വിഷയത്തിലാണെങ്കിലും പ്രായോഗിക തലത്തിൽ സമവായം ഉണ്ടാക്കി ഗവൺമെന്റിനെയും തന്ത്രിമാരെയും ഒക്കെ, യഥാർത്ഥത്തിൽ പണ്ട് മഹാത്മാഗാന്ധി ചെയ്ത കാര്യം, തന്നെ വന്ന് കണ്ടില്ലെങ്കിൽ താൻ പോയി കാണാമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും അടുത്ത് പോയി ഒരു സമവായം ഉണ്ടാക്കാൻ നമ്മുടെ ഇടയിൽ ആരെങ്കിലും നേതൃത്വം എടുക്കുകയാണെങ്കിൽ മാത്രമേ ഇത് പ്രായോഗികമായി നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ചർച്ചകളിൽ മാത്രം തട്ടി അത് നിൽക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയുടെയോ മറ്റ് വിശ്വാസത്തിന്റെയോ പേരിലോ തർക്കങ്ങളായി മാറും. അതുകൊണ്ട് എന്റെ ഏക അഭ്യർത്ഥന, ഇത് പല വിശ്വാസികൾക്കും താല്പര്യമുള്ള വിഷയമാണ്. പക്ഷേ ഈ വിഷയത്തിന് ഒരു ഫലപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ തന്ത്രിമാരുടെ അനുവാദം വേണം, ദേവസ്വം ബോർഡിന്റെ സമവായം വേണം, ഗവൺമെന്റിന്റെ അടക്കമുള്ള പങ്കാളിത്തം വേണം. ആ രീതിയിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യമാണ് എന്ന് സ്വാമിയുടെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ശ്രീ അഡ്വക്കേറ്റ് അനിൽപിള്ളയിൽ, ഇവിടെ സർക്കാർ ഇടപെടണമെന്നാണ് സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെടുന്നത്, സമവായം വേണമെന്ന് രാഹുൽ ഈശ്വറും പറയുന്നു. ഇങ്ങനെ